ഹായ് എവരിബഡി. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിന് ആയിട്ടുള്ള ഫ്യൂവൽസ് ആൻഡ് കമ്പസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് മീൻ ബൈ എ ഫ്യൂവൽ? നമ്മൾ ഫ്യൂവൽസ് ആൻഡ് കമ്പസ്റ്റിനെ കുറിച്ചാണല്ലോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഫ്യൂവൽ ഈസ് എ സബ്സ്റ്റൻസ് which on burning with oxygen in the atmospheric air produces a large amount of heat. അല്ലേ? എല്ലാ ഫ്യൂവലിലും നമ്മൾ എന്താണ് ഉണ്ടാവുക? ഒരു ഫ്യൂവലിലെ മെയിൻ കണ്ടൻസ് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് ഹൈഡ്രോ കാർബൺ ഫ്യൂവൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയണമെങ്കിൽ എ ഫ്യൂവൽ ഈസ് എ സബ്സ്റ്റൻസ് which on burning with oxygen in atmospheric air produces large amount of heat. Okay, അപ്പോൾ നമ്മൾ സംടൈംസ് in addition to carbon and hydrogen, it may also contain a small precipitate of sulfur. കുറച്ച് സൾഫറിന്റെ പ്രസിപിറ്റേറ്റ്സും കൂടി അതിൽ ചിലപ്പോൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂവലിനെ കുറിച്ചിട്ട് കോമൺ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് പറയാം, ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഹീറ്റ് എനർജിയാണ് ഉണ്ടാവുക, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂവൽ ഈസ് നോൺ ആസ് ദി calorific value of a fuel. The amount of heat generated by the combustion of fuel is known as calorific value of a fuel. Okay, next fuel what are the types of fuel? Mainly the fuels can be classified into three. Solid fuel, liquid fuel, and then gaseous fuel. Okay, solid fuel, liquid fuel and gaseous fuel can again be classified into two. First one, natural fuel, and second one, prepared fuel. Natural fuel ആയിട്ടുള്ളതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കെമിക്കൽ പ്രോസസ്സിംഗ് വഴി പ്രിപ്പയർ ചെയ്യുന്ന ഫ്യൂലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെപ്പറേറ്റ് നമുക്ക് സോളിഡ് ഫ്യൂൽ, ലിക്വിഡ് ഫ്യൂൽ ആൻഡ് ഗ്യാഷ്യസ് ഫ്യൂലിലൂടെ നമുക്ക് സെപ്പറേറ്റ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഓക്കെ, നമുക്ക് സോളിഡ് ഫ്യൂൽ ആയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഫോർ സോളിഡ് ഫ്യൂൽസ് നമുക്ക് വുഡ് ഉണ്ട്, പീറ്റ് ഉണ്ട്, ലിഗ്നൈറ്റ് ഓർ ബ്രൗൺ കോൾ ഉണ്ട്, ബിറ്റുമിനസ് കോൾ ഉണ്ട്, ആന്ത്രസൈറ്റ് കോൾ ഉണ്ട്, വുഡ് ചാർക്കോൾ ഉണ്ട്, ആൻഡ് ദെൻ കോക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് നമുക്ക് ലിക്വിഡ് ഫ്യൂൽസ് ആണ്. ലിക്വിഡ് ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയിൻലി ഡിറൈവ് ഫ്രം നാച്ചുറൽ പെട്രോളിയം ഓർ ക്രൂഡ് ഓയിൽ എന്നാണ് നമ്മൾ സാധാരണ ലിക്വിഡ് ഫ്യൂൽ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ crude oil or natural petroleum can again be separated into petrol or gasoline, paraffin oil or kerosene, അതുപോലെ തന്നെ fuel oils, അതുപോലെ തന്നെ and lubricating oils by boiling it at different temperatures and subsequent fractional distillation or by a process such as cracking. അപ്പൊ നമുക്ക് വേണ്ട ഈ ലിക്വിഡ് ഫ്യൂൽസ് എല്ലാം ഡിറൈവ് ചെയ്യുന്നത് ക്രൂഡ് ഓയിലിനാണ്. അപ്പൊ ഈ ക്രൂഡ് ഓയിലിനെ ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിൽ നമ്മൾ ഹീറ്റ് ചെയ്തതിനു ശേഷം അതിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴിയാണ് നമ്മൾ അതിൽ നിന്ന് പെട്രോൾ, കെറോസിൻ, ഡീസൽ ആൻഡ് ദെൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആ ലിക്വിഡ് ഫ്യൂലിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലിക്വിഡ് ഫ്യൂൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ളത് പെട്രോൾ ഓർ ഗ്യാസോലിൻ ആണ്. അപ്പൊ ഈ പെട്രോൾ ഓർ ഗ്യാസോലിൻ ഇസ് ദ ലൈറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് വോളറ്റൈൽ ലിക്വിഡ് ഫ്യൂൽ ആണ്. Is used for petrol engine. This is at a temperature of 65 degree to 220 degree Celsius. അപ്പോൾ ഏറ്റവും ലൈറ്റസ്റ്റും മോസ്റ്റ് വോളറ്റൈൽ. വോളറ്റൈൽ മീൻസ് എന്താണ്? ഏറ്റവും ലോവർ ടെമ്പറേച്ചറിൽ തന്നെ അത് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദാറ്റ് ഈസ് വോളറ്റൈലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അത് ഈ പെട്രോൾ ക്രൂഡ് ഓയിലിനെ 65 to 220 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്തിട്ട്
നമുക്ക് fractional distillation വഴിയാണ് പെട്രോൾ ഓർ ഗ്യാസോലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കെറോസിൻ ഓർ പാരഫിൻ ഓയിൽ എന്ന് പറയും. അപ്പൊ ഈ കെറോസിൻ ഓർ പാരഫിൻ ഓയിൽ നമ്മൾ പെട്രോളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹെവിയർ ആണ്. പെട്രോളിന്റെ അത്ര തന്നെ വോളറ്റൈലും അല്ല. It is heavier and less volatile fuel than the petrol and is used as a heating and lighting fuel. This is at a temperature of 220 degrees Celsius to 345 degrees Celsius. അപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിലിനെ 220 to 345 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്തിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കെറോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കംസ് ഹെവി ഫ്യൂൽ ഓയിൽസ് ഓർ ഡീസൽ ഓയിൽ. അപ്പൊ ഈ ഹെവി ഫ്യൂൽ ഓയിൽസ് ഓർ ഡീസൽ ഓയിൽ സാധാരണ നമ്മൾ ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് ദ ക്രൂഡ് ഓയിൽ at a temperature of 345 degrees Celsius to 470 degrees Celsius and then by doing subsequent fractional distillation. Okay. അപ്പോൾ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു: പെട്രോൾ ഓർ ഗ്യാസോലിൻ, കെറോസിൻ ഓർ പാരഫിൻ ഓയിൽ ആൻഡ് ദെൻ ഹെവി ഫ്യൂൽ ഓയിൽ. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വെച്ചാൽ we can compare between this liquid fuel and then solid fuel. നമ്മൾ സോളിഡ് ഫ്യൂലും ലിക്വിഡ് ഫ്യൂലും ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിനെ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ലിക്വിഡ് ഫ്യൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോളിഡ് ഫ്യൂലിനേക്കാളും എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പൊ ആദ്യം ലിക്വിഡ് ഫ്യൂൽസിന്റെ മെറിറ്റ്സ് പറയാം. ലിക്വിഡ് ഫ്യൂൽസിന് ഹയർ കലോറിഫിക് വാല്യൂ ആണ് കമ്പയർ ടു ദാറ്റ് ഓഫ് സോളിഡ് ഫ്യൂൽ. നമ്മൾ എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് ദ amount of heat energy produced by the complete combustion of 1 kilogram of any fuel. അതിനാണ് നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. ഓക്കെ. പിന്നെ രണ്ടാമതാണെങ്കിൽ ലോവർ സ്റ്റോറേജ് കപ്പാസിറ്റി റിക്വയർഡ്. കാരണം വെച്ചാൽ സോളിഡ് ഫ്യൂൽ സംബന്ധിച്ചിടത്തോളം ലിക്വിഡ് ഫ്യൂലിന് അത്ര തന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി വേണ്ട. ദെൻ ബെറ്റർ കൺട്രോൾ ഓഫ് കൺസംഷൻ ബൈ യൂസിങ് വാൾസ്. ലിക്വിഡ് ഫ്യൂൽ നമുക്ക് വാൾസ് എല്ലാം ഉപയോഗിച്ച് കാരണം അതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് അതിന്റെ കൺസംഷനും കൺട്രോൾ ചെയ്യാൻ കഴിയും. ദെൻ ബെറ്റർ ക്ലീൻലിനെസ് ആൻഡ് ഫ്രീഡം ഫ്രം ഡസ്റ്റ് കമ്പയർ ടു ദാറ്റ് ഓഫ് സോളിഡ് ഫ്യൂൽസ്. അതുപോലെ തന്നെ സോളിഡ് ഫ്യൂവലിൽ ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആഷ് ലിക്വിഡ് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല. ആൻഡ് ദെൻ നോൺ കൊറോഷൻ ഓഫ് ബോയിലർ പ്ലേസ് ആൻഡ് ഫൈനലി ഹയർ എഫിഷ്യൻസി. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഡിമെറിറ്റ്സ് ഉണ്ട് ലിക്വിഡ് ഫ്യൂൽസിന്. ഒന്ന് വെച്ചാൽ കമ്പയർ ടു സോളിഡ് ഫ്യൂൽ ഹയർ കോസ്റ്റ് ആണ്, ഗ്രേറ്റർ റിസ്ക് ഓഫ് ഫയർ ഉണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്ലി കണ്ടെയ്നേഴ്സ് ആർ റിക്വയർഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ. ദിസ് ഇസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ ലിക്വിഡ് ഫ്യൂൽസ് ആൻഡ് സോളിഡ് ഫ്യൂൽസ്. നെക്സ്റ്റ് നമുക്ക് ഗ്യാഷ്യസ് ഫ്യൂലിലേക്ക് വരാം. ഗ്യാഷ്യസ് ഫ്യൂൽസിന്റെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പ്രിപ്പയർഡ് ഗ്യാസ് ഉണ്ട്. അപ്പൊ ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് വെച്ചാൽ ഇറ്റ് ഇസ് ഫൗണ്ട് നിയർ ദ പെട്രോളിയം ഫീൽഡ്സ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ മീഥെയിൻ ആണ്. മീഥെയിൻ which together with a small amount of other gases such as ethane, carbon dioxide and carbon monoxide. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആണ്. മീഥെയിന്റെ കൂടെ കുറച്ച് ഈഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ചേർന്നതാണ് ഇത് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ നമുക്ക് പ്രിപ്പയർഡ് ഗ്യാസസ്. പ്രിപ്പയർഡ് ഗ്യാസസിന്റെ എക്സാമ്പിൾ ആണ് കോൾ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ്, മോൺ ഗ്യാസ്, ബ്ലാസ്റ്റ് ഫർണസ് ഗ്യാസ്. ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് നോട്ടായിട്ട് പിന്നീട് തരുന്നതായിരിക്കും. ഓക്കെ. ഇത് അത്ര തന്നെ ഇമ്പോർട്ടന്റ് അല്ല. ദെൻ ഇപ്പൊ നമ്മൾ ഗ്യാഷ്യസ് ഫ്യൂലിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്യാഷ്യസ് ഫ്യൂലും ലിക്വിഡ് ഫ്യൂൽസും തമ്മിലുള്ള കമ്പാരിസനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഗ്യാഷ്യസ് ഫ്യൂലിന് ലിക്വിഡ് ഫ്യൂൽസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ആദ്യം നമുക്ക് മെറിറ്റ്സ് പറയാം. മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, സപ്ലൈ ഓഫ് ഫ്യൂൽ ഗ്യാസ് ആൻഡ് ഹെൻസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഫർണസ് ക്യാൻ ബി ആക്യുറേറ്റ്ലി കൺട്രോൾഡ്. ലിക്വിഡ് ഫ്യൂലിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാഷ്യസ് ഫ്യൂലിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ the high temperature is obtained at a moderate cost. And third one is that this gaseous fuel can be directly used in IC engine. CNG engines കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടായിരിക്കും. And the gaseous fuel will be free from solid and liquid impurities. And then gaseous fuels do not produce ash or smoke. അത് സോളിഡ് ഫ്യൂൽ ആണെങ്കിൽ ആഷ് പ്രൊഡ്യൂസ് ചെയ്യും, ലിക്വിഡ് ഫ്യൂൽ ആണെങ്കിൽ സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഗ്യാഷ്യസ് ഫ്യൂൽ ആണെങ്കിൽ ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യില്ല. And gaseous fuel undergo complete combustion with minimum air supply. Okay. ഇനി നമുക്ക് എന്താ വെച്ചാൽ അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് ഓഫ് ഗ്യാഷ്യസ് ഫ്യൂൽ. നമുക്കറിയാം ഡിമെറിറ്റ് ദേ ആർ റെഡിലി ഇൻഫ്ലമബിൾ ആണ്, പെട്ടെന്ന് കത്തിപ്പിടിക്കും. and require large storage capacity compared to that of liquid fuel. Then നമുക്ക്
what is the requirements of a good fuel? Common ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗുഡ് ഫ്യൂവൽ ഉണ്ടാവേണ്ട എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്? ഒന്ന് ലോ ഇഗ്നിഷൻ പോയിന്റ്. സെക്കൻഡ് വൺ ഹൈ കാലോറിഫിക് വാല്യൂ, കാരണം കൂടുതൽ ഹീറ്റ് കണ്ടന്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഫ്രീലി ബേൺ വിത്ത് എ ഹൈ എഫിഷ്യൻസി വൺസ് ഇറ്റ് ഈസ് ഇഗ്നേറ്റഡ്. ഒരു പ്രാവശ്യം ഇഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നല്ല എഫിഷ്യന്റ് ആയിട്ട് ബേൺ ചെയ്യണം. And it should not produce harmful gases. And then it should produce least quantity of smoke and gases. And it should be economical, easy to store, and convenient for transportation. Okay. ഇപ്പോൾ നമ്മൾ ഒരു ഫ്യൂവലിന്റെ മെയിൻ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വെച്ചാൽ ലിക്വിഡ് ഫ്യൂവൽസിന് ഉണ്ടാവേണ്ട സർട്ടൈൻ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് ആൻഡ് ദെൻ പോർ പോയിന്റ്. എന്താണ് ഫ്ലാഷ് പോയിന്റ് പറഞ്ഞാൽ? Flash point is the lowest temperature at which a fuel can form an ignitable mixture in an air. At this temperature, the vapor may cease to burn when the source of ignition is removed. നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ഫ്ലാഷ് പോയിന്റ് സാധാരണ എങ്ങനെ മെഷർ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെഷർഡ് ബൈ ഹീറ്റിംഗ് എ ലിക്വിഡ് ടു സ്പെസിഫിക് ടെമ്പറേച്ചർ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ് ആൻഡ് ദെൻ അപ്ലൈയിങ് എ ഫ്ലെയിം. ഇത് സാധാരണ ഒരു ഓപ്പൺ കപ്പ് ഓർ ക്ലോസ്ഡ് കപ്പ് അപ്പാരറ്റസിലാണ് ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുക ഈ ടെസ്റ്റ്. അപ്പൊ ഈ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ലിക്വിഡ് ഫ്യൂവലിന് എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാം. ഒരു ഹീറ്റ് ചെയ്തിട്ട് ഒരു സർട്ടൈൻ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, അത് പെട്ടെന്ന് അത് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും, കത്താൻ തുടങ്ങും. പക്ഷെ ആ ഒരു സമയത്തിന് നമ്മൾ അതിന്റെ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ നമ്മൾ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയർ സ്റ്റോപ്പ് ആയി പോവുകയും ചെയ്യും. ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ ഫ്ലാഷ് പോയിന്റ് പറഞ്ഞു. ഇനി നമ്മൾ ഫയർ പോയിന്റിലേക്ക് വരാം. ഫയർ പോയിന്റ് പറഞ്ഞാൽ ഫ്ലാഷ് പോയിന്റിനേക്കാളും കുറച്ചുകൂടി കൂടിയ ടെമ്പറേച്ചറിൽ നമ്മൾ ഒന്നുകൂടി ഹീറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഫയർ പോയിന്റ് is the lowest temperature at which the vapor of a fuel will continue to burn for at least 5 seconds after ignition by an open flame. ഓക്കെ, അപ്പൊ നമ്മൾ ഫയർ പോയിന്റ് ഫ്ലാഷ് പോയിന്റും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചുകൂടി ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സർട്ടൻ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും മിനിമം ഒരു 5 സെക്കൻഡെങ്കിലും ആ ഫ്യൂൽ ബേൺ ചെയ്യും. ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യും. അപ്പം മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ ഫ്ലാഷ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ആ ഫയർ പുട്ട് ഓഫ് ആയി പോകും. നേരെ മറിച്ച് ഫയർ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ എന്താവും, നമുക്ക് ആ ഫ്യൂല് കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങും. നമ്മളപ്പോ ഒരു ഡീസലിന്റെ ഫയർ പോയിന്റ് നമുക്ക് അതിന്റെ ഫ്ലാഷ് പോയിന്റ് 38 ഡിഗ്രി സെൽഷ്യസോളം വരും. അതുപോലെ തന്നെ കെറോസിന്റെ ഫ്ലാഷ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 42 ഡിഗ്രി സെൽഷ്യസ് ടു അറൌണ്ട് 72 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലാണ് നമുക്ക് കെറോസിന്റെ ഫ്ലാഷ് പോയിന്റ് വരുന്നത്. അപ്പൊ ഈ ഫ്ലാഷ് പോയിന്റിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്ത് ഫയർ പോയിന്റ് എന്ന് പറയാം. അപ്പൊ സപ്പോസ് നമുക്ക് ഡീസലിന്റെ ഫ്ലാഷ് പോയിന്റ് 38 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫയർ പോയിന്റ് ഇറ്റ് മേ കംസ് അറൌണ്ട് 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ആണ് പോർ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് പോർ പോയിന്റ്? Pour point of a liquid is the temperature at which it becomes semi-solid and loses its flow characteristics. Okay, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓയിൽ ഈസ് capable ഓഫ് ഫ്ലോയിങ് അണ്ടർ ഗ്രാവിറ്റി. അപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ നമ്മളൊരു ഡീസലിനെ സപ്പോസ് നമുക്ക് ഒരു സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ ഡീസലിനെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് അറൌണ്ട് ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ആ ഡീസൽ പിന്നെ സെമി സോളിഡ് ആയി മാറും. പിന്നെ അത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അതിനെ പോർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതിന്റെ വിന്റർ സീസണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസലിന്റെ പോർ പോയിന്റ് ഇറ്റ് മേ കംസ് അറൌണ്ട് 6 ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ ആ 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും നമുക്കതിനെ പോർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് സെമി സോളിഡ് ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ പോർ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് നമുക്ക് പോർ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഫ്യൂവലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരു ഫ്യൂവലിന്റെ വാട്ട് ഇസ് മീൻ ബൈ ഒക്ടൈൻ നമ്പർ ആൻഡ് വാട്ട് ഇസ് മീൻ ബൈ സീറ്റൈൻ നമ്പർ. അപ്പൊ ഈ ഒക്ടൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് പെട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പെട്രോളിന്റെ ക്വാളിറ്റി
പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഒക്ടൈൻ നമ്പർ. ഓക്കെ, അപ്പൊ ഒക്ടൈൻ നമ്പർ ഈസ് എ വാല്യൂ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഫ്യൂൽ ഓർ പെട്രോൾ ടു നോക്ക്. എന്താണ് നോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പെട്രോൾ എഞ്ചിന്റെ കേസ് നമ്മൾക്ക് കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡ് നമ്മൾ പറയുന്നു സ്പാർക്ക് പ്ലഗ് കൊടുത്ത് ഫ്യൂൽ ബേൺ ചെയ്യുന്നു. അപ്പൊ ഈ നോക്ക് എന്ന് വെച്ചാൽ പ്രീ ഇഗ്നിഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ്. അപ്പൊ ആ ഡിഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും ഒക്ടൈൻ നമ്പർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ ഷോസ്, അപ്പൊ എന്താണ് ആക്ച്വലി ഐസോ ഒക്ടൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് ഐസോ ഒക്ടൈൻ ഇൻ എ മിക്സ്ചർ ഓഫ് ഐസോ ഒക്ടൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ പെട്രോളിൽ ഉണ്ടാവുന്നത് ഐസോ ഒക്ടൈനും നോർമൽ ഹെപ്റ്റൈനും കൂടി ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു മിക്സറിൽ എത്ര പെർസെൻറ്റേജ് ഐസോ ഒക്ടൈൻ ഉണ്ട്, ദാറ്റ് ഷോസ് ദ ഒക്ടൈൻ നമ്പർ ഓഫ് എ പെട്രോൾ. ഓക്കെ, അപ്പൊ സാധാരണ 0 ആൻഡ് എവറി ഫ്യൂൽ ഈസ് റേറ്റഡ് ബിറ്റ്വീൻ 0 to 100 ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ, ഇന്ത്യയിൽ നമ്മളെ പെട്രോൾ ബങ്കിൽ കിട്ടുന്ന നമുക്ക് പെട്രോൾ നോർമൽ കണ്ടീഷനിൽ അതിന്റെ ഒക്ടൈൻ വാല്യൂ 87 ആയിരിക്കും ഉണ്ടാവുക. അതിനിപ്പോ നമുക്ക് സ്പീഡ് പെട്രോൾ ഉണ്ടല്ലോ, മീൻസ് പ്രീമിയം പെട്രോൾ ആണെന്നുണ്ടെങ്കിലോ അതിന്റെ ഒക്ടൈൻ വാല്യൂ 93 to 94 ആയിരിക്കും. That means it contains 93% of iso-octane in a mixture of iso-octane and normal heptane. അതാണ് അതിന്റെ മീനിങ്. ഇനി നമ്മൾ സീറ്റൈൻ നമ്പർ എന്ന് വെച്ചാൽ സീറ്റൈൻ നമ്പർ ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് ഡീസൽ. ഓക്കെ, അപ്പൊ സീറ്റൈൻ നമ്പർ measures the ignition quality of diesel, which denote the percentage by volume of cetane in a mixture of cetane and methyl naphthalene. എന്താ മീൻ ചെയ്യുന്നത്? നമുക്ക് വെച്ചാൽ സാധാരണ ഡീസൽ എന്ന് പറയുന്നത് വെച്ചാൽ സീറ്റൈനും അതുപോലെ തന്നെ മീഥൈൽ നാഫ്തലിനും കൂടി ചേർന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മിക്സറിൽ എത്ര പെർസെൻറ്റേജ് സീറ്റൈൻ ഉണ്ട്, ദാറ്റ് ഷോസ് ദ സീറ്റൈൻ നമ്പർ ഓഫ് ഡീസൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ BS4 എമിഷൻ നോംസ് പ്രകാരം സാധാരണ ഡീസലിൽ ഉണ്ടായിരിക്കേണ്ട സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. 46. അപ്പൊ അതായത് നമ്മൾ എന്താണ്, ഇഫ് യു ആർ ടേക്കിംഗ് എ മിക്സ്ചർ ഓഫ് സീറ്റൈൻ ആൻഡ് മീഥൈൽ നാഫ്തലിൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അവർ ഡീസൽ, the 46% by volume of 46% by volume of cetane will be there. Okay, അപ്പോൾ higher this number, ഈ cetane നമ്പറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് the easier is to start a diesel engine. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സീറ്റൈൻ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഡീസൽ എഞ്ചിന്റെ ക്വാളിറ്റി കൂടും. അതുപോലെ തന്നെ ഒക്ടൈൻ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പെട്രോളിന്റെ ക്വാളിറ്റിയും കൂടും. അപ്പൊ നമുക്ക് സാധാരണ ഇന്ത്യൻ കണ്ടീഷനിൽ ഉള്ള സാധാരണ ഓട്ടോമൊബൈൽ സാധാരണ നമ്മൾ അടിക്കുന്ന പെട്രോളൊക്കെ അറൗണ്ട് 87 ആയിരിക്കും അതിന്റെ ഒക്ടൈൻ നമ്പർ ഉണ്ടാവുക. അത് ഒന്നുകൂടി നമുക്ക് പിന്നെ പ്രീമിയം പെട്രോൾ ആണെങ്കിൽ 93 to 94 ആയിരിക്കും അതിന്റെ ഒക്ടൈൻ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ലിക്വിഡ് ഫ്യൂൽസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഫ്ലാഷ് പോയിന്റ് പഠിച്ചു, ഫയർ പോയിന്റ് എന്താണെന്ന് പഠിച്ചു, പവർ പോയിന്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ദെൻ നമ്മൾ ഒക്ടൈൻ നമ്പർ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പഠിച്ചു, സീറ്റൈൻ നമ്പർ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കലോറിഫി വാല്യൂ ഓഫ് ഫ്യൂവലിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ.